അച്ഛനെ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് ബോധം പോയി വീണു. അതിനുശേഷം ബോധം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത്, എനിക്ക് അപ്പച്ചനെയും അമ്മച്ചിനെയും ചേച്ചിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, അമ്മച്ചി എൻ്റെ പുണ്യമാണ്, എനിക്ക് ഇനിയും അമ്മച്ചീനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കുക, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് അവസാനം അത് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് പിന്നെയും ബോധം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ അധികം ബോധം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അവർ സഡേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ബോധം വരും, പിന്നെ ബോധമില്ല, അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. അതിന് അപ്പോഴും ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എല്ലാ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അവസാനം വരെയും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് അച്ഛനെ മരിക്കുന്നത്. പിന്നെ അച്ഛനെപ്പറ്റി പറഞ്ഞ അഭിമാനമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. നമ്മളങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ആയിത്തീരും. എല്ലാവരും പറയുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. നമുക്ക് നഷ്ടം വലുതാണ് എങ്കിൽ പോലും ഒത്തിരി അഭിമാനമുണ്ട് അതായത് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക്. പിന്നെ ഉണ്ട്, എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. കാരണം ഞങ്ങളുടെ ഓരോ കാര്യത്തിലും അച്ഛനെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ആ ഒരു വിശ്വാസം നല്ലോണം ഉണ്ട്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ പിള്ളേരോട്. അല്ലാതെ പിള്ളേർ പുറത്ത് വേറെ ആരുമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ഇടവരരുത്. ഒരു 4-5 ക്ലാസ് വരെയും അത് നമ്മൾ ചോദിക്കണം, പിള്ളേരോട് ചോദിക്കണം. അല്ലാതെ പിള്ളേർ ഒരിക്കലും മോശമായി പോവില്ല. നമ്മളിൽ നിന്ന് ആൻസർ കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് വേണം. അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോദിക്കണം, എന്താ പഠിപ്പിച്ചത്, ടീച്ചർ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ സാർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണം. ഒരു 5 ക്ലാസ് വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പിള്ളേർ ഒരിക്കലും തെറ്റിപ്പോവില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവളെ LKG തുടങ്ങിയ 6ാം ക്ലാസ് വരെ ഞാൻ സൈക്കിളിൽ ഇരുത്തിയാണ് സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് സൈക്കിൾ മേടിച്ചു കൊടുത്ത്. അപ്പോൾ അവൾക്ക് അറിയാമല്ല, റൂട്ട് അറിയാമല്ല. പിന്നെ വേറെ എന്താണെങ്കിലും സ്കൂളിൽ കഴിയുമ്പോൾ വീട്ടിൽ വരും, സംസാരിക്കാൻ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് വീട്ടിൽ അമ്മച്ചിയായിട്ട്. ഇപ്പം പിള്ളേരായപ്പോൾ എനിക്കാണ് കൂടുതൽ ടെൻഷൻ. ഇവരോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അവരുടെ കാര്യങ്ങൾ എന്താക്കിയാണ് നോക്കിക്കൊള്ളണം, സ്കൂളിലത്തെ കാര്യങ്ങളോടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, അച്ഛനൊക്കെ എവിടെ നിന്ന് കിട്ടി. എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മച്ചി ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ബൈബിൾ താഴെ വെക്കാതെ, അതായത് വീട്ടിലെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിളെടുത്ത് അപ്പം തന്നെ വായന തുടങ്ങും. എൻ്റെ ഒരു വിശ്വാസം അവിടെ നിന്നാണ് അച്ഛനിക്ക്. കാരണം കാരണവന്മാരല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചെയ്ത് വെക്കുന്ന കൊച്ചുമക്കൾക്ക് കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അവിടെ നിന്നാണ് അച്ഛനേക്ക് ഇത് കിട്ടിയതെന്നുള്ളത്.